ഹലോ. ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ കാണുന്നേ. വേണമെന്ന് അഴിച്ചു കാണിക്കാം. എന്നത് മൃദംഗല്ലേ? അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ഈ കച്ചേരിക്കാരെ നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. മറ്റേ പുള്ളിയുടെ മറ്റേ പുള്ളി എന്തേ? ആശാനോ? ആശാൻ പുറകെത്തും. പുറകെത്തോ? പിന്നെ ആശാൻ വന്ന ഉടനെ നമ്മൾ പരിപാടി അങ്ങ് തുടങ്ങുമല്ലോ. അയ്യോ, അത് പറ്റത്തില്ല. ഇവിടെ ഭയങ്കര വിഷയമുള്ള ഏരിയ ആണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തുടങ്ങിക്കോ, പുള്ളി ഇടയ്ക്ക് വന്ന് കയറിക്കോളും. ഞാൻ തുടങ്ങിക്കോ, പുള്ളി ഇടക്ക് വന്ന് കയറിക്കൊള്ളുന്നു. ഇതെന്നെ പറമ്പിപ്പണിയാണോ? ഇടക്ക് വന്ന് കയറി കച്ചേരിക്ക് വന്നാൽ ഭാഗവതര് വന്നാലേ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതെന്നെ സംഭവം? നിങ്ങൾ ഇപ്പോഴാണ് ഈ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്? 6 മാസം നിങ്ങൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്നില്ല, അപ്പൊ ഉണ്ടാക്കാൻ മേലെ ഇത് പണിതിട്ട് എപ്പോ പരിപാടി കളിക്കും? ഇത് പണിത് ഉണ്ടാക്കുവാണോ? എന്റെ ടോൺ കറക്റ്റ് ചെയ്യുക, പിച്ച് കറക്റ്റ് ചെയ്യുക. ടോൺ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ടോൺ മാറും. പിന്നെ അല്ലാതെ കറക്റ്റ് ആയിരിക്കണം. ആശാൻ വന്നു കഴിഞ്ഞാൽ പരിപാടി ഞങ്ങൾ പൊളിച്ചെടുക്കും. എന്നെ സംഭവം എന്താണെന്നറിയോ? ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാണ്. ഇത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച സ്ഥലമാണിത്. ഇടങ്ങേറൊന്നും നമ്മുടെ ആശാനൊരു വിഷയമല്ല. ആശാനുണ്ടല്ലോ, നിസ്സാരക്കാരനല്ല. ആശാൻ പ്രഗത്ഭനല്ലേ. ആശാൻ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇവിടെ ഉണ്ടാകത്തില്ല. അത്ര പൊളി പരിപാടിയാണോ? പൊളിയായിട്ടില്ല. പ്രശ്നക്കാരും പരിസരത്ത് നിൽക്കലും എല്ലാം വിട്ടുപോകും. സൂപ്പർ പരിപാടിയാണ്. ഇതിന്റെ കിടക്കാൻ വെട്ടാൻ വരുന്ന പോത്തിൽ വരെയും പാട്ടുപാടി മയക്കിയിട്ടുള്ള ആളാണ് എന്റെ ആശാൻ. അത് ഏത് പോത്താണ്? അത് ജല്ലിക്കെട്ടിലെ പോത്ത്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങി ആടുവാണോ? ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞ അത്രക്ക് വിദഗ്ധനായ പാട്ടുകാരനാണെന്നാ പറഞ്ഞു. പ്രസിഡന്റ് കേൾക്കണം. ഞങ്ങൾക്ക് ഇടുക്കിയിൽ ഉള്ളേരിയയിൽ ഒരു പരിപാടി. ചുമ്മാ പൊട്ടത്തരം വിളിച്ചു പറയല്ലേ. ഇടുക്കിയിലാണോ ഉള്ളേരി? ഉള്ളേരി എന്ന് പറഞ്ഞത് കോഴിക്കോടല്ലേ? അത് സ്ഥലം. ഇത് ഇടുക്കി ജില്ലയിൽ ഏരിയയിൽ ഒരു പരിപാടി. ഉൾഭാഗത്ത്. ഞങ്ങൾ ആ പരിപാടിയും കീച്ചു കഴിഞ്ഞ് തിരിച്ചു വരുക. പരിപാടി അവതരിപ്പിച്ചിട്ട് കാറെ തിരിച്ചു വരുക. ഈ ഇടുക്കിയിലെ റോഡൊക്കെ അറിയാമല്ലേ, കാറിന്റെ പറ്റവഴിയൊക്കെ അല്ലേ റോഡ് പോകുന്നത്. ഞങ്ങൾ കാറെ വരുമ്പോ കാണ്ട ഫ്രണ്ടിൽ ഒരു കാട്ടുപോത്ത് കുത്താനായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ വിറച്ചു പോയില്ലേ. ആശാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ ഇരിപ്പില്ലേ. എന്നിട്ട് ആശാൻ ഡോറ് തന്നങ്ങ് ഇറങ്ങി ആ ഭോഗിൽ ഒരു കീച്ചങ്ങ് കീച്ചു. ആ പോക്കിന് കീച്ചെന്നല്ല, ആ ഭോഗി രാത്രി ഒരു കീർത്തനം കണ്ട് കീച്ചു. ഇത് കേട്ടതും പോത്ത് മയങ്ങി നിന്നു. ഈ തക്കത്തിന് ഞങ്ങളെല്ലാം കൂടെ ചാടി വീണ് ആ പോത്തിനെ കശാപ്പ് ചെയ്ത് പീസാക്കി വീതം വെച്ചിട്ടിരുന്നപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 അവന്മാർ വന്നിട്ട് ആരാ ഞങ്ങളുടെ പോത്തിനെ കശാപ്പ് ചെയ്ത് വീതം വെക്കുന്ന ഭയങ്കര ബഹളം. അപ്പൊ അത് നാട്ടുപോത്തായിരുന്നു ആണെന്നേ. നിങ്ങളൊക്കെ എന്നെ പരാജയമാണ്. കാട്ടുപോത്തിനും നാട്ടുപോത്തിനും തിരിച്ചറിയാൻ പാടില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, പോത്തിന് ആധാറുണ്ടോ? പരിപാടി കറക്റ്റായിട്ട് നടത്തണം, അല്ലെങ്കിൽ ഞാൻ അറിയാലോ. പരിപാടി കിടക്കും. ആശാൻ വന്ന പരിപാടി കിടക്കും. നല്ല പാട്ടുകാരൻ പിച്ചെടുത്ത് ഇപ്പോഴും ജീവിക്കുക. വെച്ചിട്ടുണ്ട്. പിച്ചക്കാരനല്ലത് നമ്മുടെ ഭാഗവതരല്ലേ. പുള്ളി ത്യാഗം പിടിച്ചത്. ആരാന്ന് പറഞ്ഞു? ഞാൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. വിവരക്കേട് കണ്ടപ്പോഴേ തോന്നി എന്നാ തോൽവിയാണോ ഇവരൊക്കെ. സമ്മതിക്കണം കേട്ടോ. നമുക്ക് കീച്ചേക്കല്ലേ. പരിപാടി അടിപൊളിയായിരിക്കണം. പരിപാടി അടിപൊളിയാണോ? നമ്മളെ കുറിച്ച് അറിയാൻ മനസ്സിലാക്കില്ല. ഭാഗവതരെ കുറിച്ച് അറിയാൻ പാടില്ല. ഈ കാണുന്ന ആളല്ല പുള്ളി. പ്രഗത്ഭനല്ലേ, പ്രഗത്ഭൻ. പാട്ട് പാടി തളർന്നു കിടന്ന വ്യക്തി അവരെ എഴുന്നേപ്പിച്ചിട്ടുള്ള ആളാ. വൈക്കത്തമ്പലത്തിലാണ് തോന്നുന്നത്. വൈക്കത്തമ്പലത്തിലെ ഞാൻ എന്റെ കച്ചേരി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഒരു അഭ്യുദയകാംക്ഷി, എന്റെ ഒരു ആരാധകൻ ഫ്രണ്ട് വന്നിരുന്ന കാഴ്ച കാണുവാണ്. ഈ കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ ഗ്രീൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട് വരെ ആശാനൊന്ന് വരണം, എൻ്റെ അമ്മാവൻ തളർന്ന് കിടക്കുവാണ്, അമ്മാവനൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അന്നേരപ്പം തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ മൂത്ത അമ്മാവൻ തളർന്ന് കിടക്കുക. അപ്പം തന്നെ ഞാൻ ഒറ്റ കീർത്തനം കൊണ്ട് കീർത്തി. ഒറ്റ കീർത്തനം അങ്ങോട്ട് ആലോചിച്ച് അങ്ങോട്ട് കഴിഞ്ഞില്ല. അപ്പം തന്നെ ഈ അമ്മാവൻ ചാടി എടുത്തു. ഒറ്റ ഓട്ടമായിരുന്നു. എന്നിട്ടിപ്പോ ഈ അമ്മാവനിപ്പോ എവിടെ ഉണ്ട്? പാകിസ്ഥാനിൽ ചെന്നിട്ട് ഇന്ത്യക്കെതിരായി ISI ചേർന്ന് പ്രവർത്തനം ചെയ്യും. നയമില്ലാത്തവനെ ഇറങ്ങിയിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഒപ്പിച്ച് വെച്ചോളാം കേട്ടോ. ഹലോ, അതെ, പരിപാടി അടിപൊളിയാക്കണം. പരിപാടി അടിപൊളിയാണല്ലോ. കിടക്ക് പരിപാടി അവിടുന്ന്. ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കണം എന്ന് ഓർത്താ, നിങ്ങൾക്ക് ഈ പുറത്തൊക്കെ പരിപാടി കിട്ടിയിട്ടുണ്ടോ? എന്നാ ചോദ്യം. പരിപാടി വെക്കുന്നുണ്ടോ? നമ്മളെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഇഷ്ടംപോലെ പരിപാടി മിക്കവാറും പുറത്താണ് പരിപാടി. പിന്നെ കാണിച്ചു കൊടുക്കാൻ ചൊറിച്ചിലാണ് പുറത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാ കിടക്കും പരിപാടികളാ. നമ്മൾ കുവൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയായിരുന്നു, വലിയ പരിപാടിയായിരുന്നു. പിന്നെ അന്ന് ഞാനുണ്ടായിരുന്നു, സ്റ്റീഫൻ ദേവസ്യ ഉണ്ടായിരുന്നു, ശിവമണി ഉണ്ടായിരുന്നു, മട്ടന്നൂർ ഉണ്ടായിരുന്നു. ഫ്യൂഷനായിരുന്നു. ആശാൻ ചെന്നപ്പോ കൺഫ്യൂഷനായി. അതല്ല പറഞ്ഞത് കൺഫ്യൂഷൻ എന്ന് പറയാൻ ആര് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. ആദ്യം പിന്നെ ഞങ്ങൾ കൂടെ തുടങ്ങി വന്നപ്പോഴും സ്റ്റീഫൻ ദേവസ്യ ഒന്നിട്ടു. അപ്പോഴത്തേക്ക് ശിവമണി ഒരെണ്ണം അടിച്ചു.
അപ്പോഴത്തേനും മട്ടന്നൂർ ഒരെണ്ണം അടിച്ചു. അങ്ങനെ സ്റ്റീഫൻ ദേവസി അടിച്ചു, മട്ടന്നൂർ അടിച്ചു, ശിവമണി അടിച്ചു. സ്റ്റീഫൻ ദേവസി അടിച്ചു, മട്ടന്നൂർ അടിച്ചു, ശിവമണി അടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഞാൻ 2 എണ്ണം അടിച്ചു. അയാൾ മദ്യപിക്കുന്ന അല്ല ഞാനും പിന്നെ 2 കീർത്തനവും അടിച്ചു. അടിച്ച് ഭയങ്കര അടിച്ച് കയറി പരിപാടി കത്തി കയറി നിൽക്കുന്ന സമയത്ത് സ്റ്റീഫൻ ദേവസി വന്ന് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് സങ്കടത്തോട്ടൊരു കാര്യം പറഞ്ഞു. ഉപദ്രവിക്കരുതെന്ന്. ഉപദ്രവിക്കരുത്. കാരണം വെച്ചാൽ ആശാന്റെ കച്ചേരി ഒന്ന് ഒതുക്കി തരണം, ഞങ്ങളുടെ പരിപാടി നടത്താനുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി നടത്താൻ അനുവദിക്കണം, ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുള്ള പരിപാടിയായിരുന്നു. അതുപോലെ കത്തിക്കയറുന്ന പരിപാടികളല്ലേ ഞങ്ങളുടെ ഇവിടുന്ന്. കേരളത്തിൽ പിന്നെ നമ്മൾ ഗോവയ്ക്ക് പോയത്. കുവൈറ്റിൽ നിന്ന് വന്നിട്ട് നേരെ ഗോവയ്ക്കാണ്. ഗോവ പരിപാടി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് 3 മാസം കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. അപ്പൊ ചെയിൻ പരിപാടിയായിരുന്നു? അല്ല, ഒറ്റ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം എടുത്തു? അല്ല, ഈ 3 മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചേരി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് നടത്തുന്ന കാര്യമല്ല. ഞാൻ ഈ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടി എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഈ കച്ചേരിയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം വർത്താനം പറഞ്ഞതിന് ശേഷമേ ഞാൻ കച്ചേരി അവതരിപ്പിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചേരി അറിയാത്തവർ കൂടെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കച്ചേരി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഗോവ ചെന്നിട്ട് ഞാൻ ആദ്യം എന്ന് പറഞ്ഞു, സംഗീതം അനന്തസാഗരമാണ്. അതിന്റെ തീരത്തൂടെ പമ്മി പതുങ്ങി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. പമ്മി നടക്കുന്നത് കുളിസിയും കാണാൻ. അതാണോ പറഞ്ഞത്? അല്ല. ആ പമ്മി പതുങ്ങി നടക്കുന്ന ആ താളത്തിൽ വേണം നമ്മൾ ആ സംഗീതത്തെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടലിന്റെ ആരപ്പടപ്പിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സംഗീത കച്ചേരി അങ്ങോട്ട് കഴിഞ്ഞതും കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവർ ഹൗസ് ബോട്ടിലോട്ട് ഇരുത്തിയിട്ട് നേരെ കടലിന്റെ നടുക്കോട്ടാണ്. അത് ഗോവയിൽ പരിപാടി പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവർ ട്രീറ്റ് ചെയ്യും. ഉൾക്കടലിൽ പോയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, നീ ഇതിന്റെ ഇടയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ആ കാടിലെ ആഴവും പരപ്പും എല്ലാം കണ്ടിട്ട് കക്കയും ഞവണിക്കൊക്കെ വാരിക്കൊണ്ട് വന്നാൽ അവിടെ ഇട്ട്. പിന്നെ അവസാനം ഞാൻ മാക്കെന്ന് നീന്തിയിട്ട് ആലപ്പുഴ കടപ്പുറത്താണ് വന്ന് കയറിയത്. ആലപ്പുഴ എന്തിനാ? കണ്ണൂർക്ക് നീന്തി കയറാൻ എളുപ്പമല്ലായിരുന്നു. കണ്ണൂർ പരിപാടി നടത്തിയിട്ടുണ്ട്, അടുക്കാൻ പറ്റത്തില്ല. കോഴിക്കോട് കാപ്പാട് ബീച്ച് വടക്കൻ ജില്ല തൊടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നീന്തി ആലപ്പുഴ വന്നപ്പോഴേ എന്റെ കുറെ ആരാധകർ മുളങ്കം ഇങ്ങനെ ഇട്ട് തന്നിട്ട് പറഞ്ഞു അതെ പിടിച്ച് കയറിക്കളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിടിച്ച് കയറി വരികയല്ലായിരുന്നു. ആശാനെ അവർ കുത്തി തള്ളിവിടാൻ വന്നപ്പോൾ ആശാൻ അതിൽ പിടിച്ച് കയറി പോന്നല്ലേ. ലയമില്ലാത്തവനെ ഞാൻ പറഞ്ഞു ഒപ്പിച്ച് വെക്കുക അവിടുന്ന് കേട്ടോ. അവിടുന്ന് ലയമില്ലാത്തവൻ ഇത് കുറെ നേരം ലയമില്ലാത്തവന് ഇത് എന്താ സംഭവം? എന്താ എടാ ശ്രുതി ആരാ? ശ്രുതി അമ്മ ലയമ ആശാനെ തന്തക്കുളിക്കല്ലേ? അതാ ഞാൻ സംഗീതപരമായിട്ട് തെറി വിളിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ ചുമ്മാ ഞഞ്ഞാ തെറികളൊന്നും പറയാറൊന്നുമില്ല. നീ മര്യാദക്കിരുന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് പുളിച്ച തെറി. ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, ചോദിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനൊന്നുമില്ല, ഒരു മൂഡ് കിട്ടുമായിരുന്നു പറഞ്ഞ കിട്ടിയ മധുരമുള്ളതാണോ അതോ വിത്തോട്ട് വേണോ? അതിന് മധുരം ഇടുന്ന അല്ല, കട്ടൻ കാപ്പി ആണെങ്കിൽ മുന്നോട്ട് തരുമ്പോൾ നല്ലതായിട്ട് മധുരം കഴിക്കുന്ന. അല്ല, ഞാൻ മധുരം കഴിച്ച് നിർത്തി. ഷുഗർ അത് വേണ്ട, ഞാൻ ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങ് പോയാൽ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, സമയം ഒരുപാട് ലേറ്റ് ആയി. ഒരു പ്രത്യേക ഒരു കാര്യം, ദേവിയെ സൂചിച്ചുകൊണ്ടൊരു ഗാനത്തോട് വേണം പരിപാടി. അത് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതല്ലേ, ആ പാട്ട് ലിസ്റ്റിലുള്ളത്. അപ്പൊ അത് തന്നെ പാടിയാ കിടന്നു. സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ. അതെ, ദേവിയെ സൂചിപ്പിക്കാനല്ല പറഞ്ഞത്, സ്തുതിക്കാനാ പറഞ്ഞത്. അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ പഴയ പാട്ടുകൾ എടുത്ത് പാടാനായിരിക്കും പറഞ്ഞു. അത് കുഴപ്പമില്ല, പരിപാടി സമയം ലേറ്റ് ആയി. അത് കുഴപ്പമില്ല. പൈസ മേടിക്കാന്നോ? ഞാനാണോ ആശാൻ? നിന്നെ പിന്നെ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് പൈസ മേടിക്കാതെ എന്തിനാണ് പരിപാടി? ഞാൻ മേടിച്ചിട്ട് നീ മിണ്ടാട്ടെ, നീ വർത്താനം ഒന്ന് പറയാൻ എനിക്കറിയാം മേടിക്കാറുണ്ട്. ശങ്കര കാശു നീ കൊണ്ട് താടാ, കച്ചേരി തുടങ്ങാമേടാ, വേഗം വാടാ. ശങ്കര കാശു നീ കൊണ്ട് താടാ, കച്ചേരി തുടങ്ങാമേടാ, വേഗം വാടാ. പറഞ്ഞ പൈസ ഉണ്ട്. അടിപൊളി. അപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ. ഇതാണ് കേട്ടോ, ഇതാണ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് അഥവാ അനൗൺസ്മെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി മോശമായത് കാരണം നമ്മൾ നേരത്തെ പൈസ മേടിക്കുകയാണെന്ന് വിചാരിക്കും. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ പാട്ടിൽ കൂടി ആകുമ്പോൾ നമ്മുടെ കച്ചേരി തുടങ്ങുകയും ചെയ്ത് പൈസ കിട്ടേണ്ട സമയത്ത് കിട്ടുകയും ചെയ്ത്. അതാണ് നമ്പർ. ശരി, അപ്പൊ ഇത്ര നാളും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? എന്നാടാ 50,000 രൂപയ്ക്ക് പരിപാടി പിടിച്ചിട്ട് എനിക്ക് 5,000 രൂപയുടെ പരിപാടി എന്ന് പറഞ്ഞ് പൈസ കുറച്ച് തന്നു അല്ലേ? 50,000 രൂപ ഉണ്ട്. 50,000 രൂപ. അതാണ് വിലയുള്ള കലാകാരന്മാർക്ക് അവർ വില തന്നിരിക്കും. എത്ര പറഞ്ഞു? 50,000 രൂപ ഉണ്ട്. 50,000. ഒരു ഒറ്റ മിനിറ്റ്, എനിക്കൊരു 2-3 കോൾ ചെയ്യാനുണ്ട്. ഹലോ, ഇൻസ്റ്റാൾമെൻറ്റുകാരൻ അണ്ടാച്ചിയാടാ. നിനക്ക് എത്ര തരാനുള്ളത്? 12,000 രൂപ അല്ലേ? നീ 12,000 രൂപ തരാൻ 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേന് നീ എനിക്ക് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചേട്ടാ അല്ലേ? നീ നാളെ രാവിലെ ഇങ്ങോട്ട് വാടാ. നീ 12,000 പകരം 13,000 രൂപ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു തരും. വെറും 10 നോട്ട്. നീ എണ്ണി മടുക്കും, അറിയോ?
അതാ എന്റെ സ്വഭാവം അവൻ അറിയാൻ മേലാത്തോണ്ടാ. ഒരാളെ കൂടി വിളിക്കാം. വിളിക്ക്. ഹലോ, പലചരക്ക് കടക്കാരൻ രാധാകൃഷ്ണനാടാ. നിനക്ക് എത്രയാണ് തരാനുള്ളത്? 3500 കുണുവ അല്ലേ? അതിനാണല്ലോ നീ നിന്റെ കടയുടെ വാതിൽ കൂടെ പോകുമ്പോൾ എന്നെ ക്രിക്കറ്റ് തത്തുന്നത്. നിനക്ക് 4000 രൂപയാണ് രാവിലെ കൊടുത്തിട്ട്. അവനെ എന്നറിയാം, അവനെ 4000 രൂപ കൊടുക്കാനുള്ളതാണ് അവൻ്റെ ക്രിക്കറ്റ് തട്ടുന്നത്. ഇത് എന്റെ മനസ്സിലാ, എന്റെ സ്വഭാവം. തുടങ്ങിയില്ല, കുഴപ്പമില്ല. ചെറിയൊരു സംഭവം ഉണ്ട്, എന്നറിയോ? ഞാൻ ആ പൈസ തന്നത് മാറിപ്പോയി. അതാ ആനയ്ക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾ തന്നത്. ഇതാണ് നിങ്ങളുടെ 5000 രൂപ. പിടിച്ച് ആനയായിട്ട് ജനിച്ചാൽ മതി അതല്ലേ? എന്നിട്ട് പ്രിന്റ് ചാകാൻ. ഈ 5000 രൂപയ്ക്ക് ഞാൻ ഇതങ്ങനെ പിരിച്ചു വിടുക അവിടുന്ന്. ശരി, ഒരു കാര്യം തുടങ്ങി വെക്കാം. മുരുകാ 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 പുലി മുരുകാ 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 പുലി മുരുകാ അമ്പരമുയരണം വേൽ മുരുകാ 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 വേൽ മുരുകാ അമ്പരമുയരണം വേൽ മുരുകാ. എനിക്കൊരു സംശയമുണ്ട്. എന്നാണ് ഈ മുരുകന്റെ എവിടെ ഈ പുലി വന്നത്? മയിലല്ലേ വരണ്ട്? ഇവിടെ മുരുകന്റെ ആര്? ഈ അയ്യപ്പൻ സഹോദരനാണോ? ഉവ്വ. ഈ അയ്യപ്പന്റെ വാഹനം ഏതാണോ? അത് പുലി. പുലിയല്ലേ? ആ പുലി ആ മയിലിന്റെ അടുത്തൂടെ പോകുന്നതിന് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ആ കുടുംബക്കാർക്കില്ലാത്ത പ്രശ്നം നീ എന്തിനാണ് ഇവിടെ കൊണ്ടുണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞില്ലെന്നോ, ഇവിടെ മര്യാദയ്ക്ക് എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. നവരാത്രി പരിപാടിയാ. നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടും. ദൈവമേ, നവരാത്രി ഞാൻ അത് സത്യം പറയാം, അതങ്ങ് വിട്ടുപോയി കേട്ടോ. ആ സാധനം ഉണ്ട്, ആ പാട്ടുണ്ട്. നവരാത്രി കൽ 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 കണ്ടം നവരാത്രി കൽ കൽ കണ്ടം കൽ കൽ നവരാത്രി കൽ കണ്ടം നവരാത്രി കൽ എന്നാ പറഞ്ഞ കൽക്കണ്ടം. ലിസ്റ്റിൽ തരാത്ത ഒരു സാധനം എനിക്ക് തരാൻ പറ്റില്ല. ഇനി അവലോ മലരോ എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണം. ഞാൻ മാത്രമേ ഓടാനുള്ളൂ. പിടിച്ചേ, മധുര അവന് ഭയങ്കര ഇഷ്ടമാണ്. കൽക്കണ്ടം എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങൾ പാട്ട് പാടുന്നതിന് ഇടയ്ക്ക് കയറി വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല. ഇല്ല കേട്ടല്ലോ, പരിപാടി കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്. ആര് പറഞ്ഞത്? ആൾക്കാർ ഇഷ്ടം പോലെ തുള്ളുന്നുണ്ട്. പിന്നെ ആൾക്കാർ തുള്ളുക അവിടുന്ന്. അത് കലിപ്പ് തുള്ളാണല്ലോ. വേറൊരു കാര്യം കൂടെ, പഴയ ആൾക്കാരല്ലേ കാണാതിരിക്കുന്നത്. അപ്പൊ പഴയ പാട്ട് വെച്ചൊരു സാധനം അങ്ങോട്ട് കേൾക്കാട്ടോ. അഞ്ജന കണ്ടെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു. അഞ്ജന കണ്ടെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു. മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു മലർമല്ല മണിമാല കാത്തുവച്ചു സനിതപമക വഞ്ചന കണ്ണെഴുതി ആലിലെ താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു. കച്ചേരി തീർന്നില്ല, അതിന് മുമ്പ് പൊന്നാട നിനക്കല്ലോ പൊന്നാട. ആശാനായി എനിക്കാണ് പൊന്നാട. നീ അവിടെ നിന്നാ മതി, ഞാൻ ഇത് മേടിച്ചോണ്ട്. അയ്യോ, പേരെന്നാന്ന് പറഞ്ഞ പേര് ത്യാഗരാജ ഭാഗവതർ. ത്യാഗരാജ ഭാഗവതർ പേരെന്നാ? രായൻ. രായനോ? അപ്പൊ ത്യാഗരാജൻ എവിടെ നിന്ന് വന്നടാ? എന്റെ പൊന്നു സാറേ, ഞാൻ ഈ സംഗീത കച്ചേരി പഠിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചായിരുന്നു. അപ്പൊ ഞാൻ തന്നെ എനിക്കിട്ട പേരാ ത്യാഗരാജ ഭാഗവതർ. ത്യാഗരാജ ഇനി ഞാൻ ത്യാഗരാജ ഭാഗവതരല്ല, പിന്നെ രാജാമണി. അതിന് അത് മതി.